നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള മഹബത്ത് ഇല്ലാതായിരിക്കാം. നാവിനോട് ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ആ ഐഡന്റിറ്റി, മുസ്ലിം എന്ന ഐഡന്റിറ്റി അള്ളാഹു നൽകുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുരാഗവും ഖൗഫും അടുപ്പവും മഹബത്തും ഒന്നും വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു ഖൽബിന് ഒരിക്കലും അള്ളാഹുവിനെ തൃപ്തിയില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ നടക്കുന്നതെല്ലാ അഫ്ആലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ചെയ്തികളാണ് എന്നുള്ള ബോധം അവനെപ്പോഴുണ്ടാവും. അതില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടുന്നതും നമുക്ക് മരിക്കാനുള്ള പേടി വരുന്നതും ഒക്കെ. അള്ളാഹു കൂടെയുള്ളപ്പോൾ യഥാർത്ഥത്തിൽ മരണം നമുക്കൊരു സന്തോഷമാണ്. ആത്മാവിന് മരണമില്ലല്ലോ. അപ്പൊ എല്ലാ മേഖലയും എല്ലാ ലോകവും അവന് സന്തോഷമുള്ള സ്ഥലമാണ്. പക്ഷെ അള്ളാഹു ഇല്ലാത്ത കൽബിലാണ് പ്രശ്നം. ഇപ്പൊ നമ്മള് ചില ആൾക്കാരൊക്കെ അള്ളാഹിനെ പറ്റി കവിതയൊക്കെ എഴുതുന്നുണ്ട്, മുത്തുനബീനെ പറ്റി കവിതകളൊക്കെ എഴുതുന്നുണ്ട്. അതൊന്നല്ല നമ്മളെ ലക്ഷ്യം. കവിത എഴുത്ത് അല്ല നമ്മളെ ലക്ഷ്യം. കവിത അല്ലെങ്കിൽ ഇതൊക്കെ സ്നേഹത്താൽ വരുന്ന ചില ലിപികൾ മാത്രം. അത് വരുന്നു എന്നതുകൊണ്ട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സ്നേഹം എന്നത് കവിതകൾ മാത്രമല്ല. സ്നേഹം എന്നത് അതൊരു ആത്മാവിന്റെ ആഗ്രഹമാണ്. ആത്മാവ് എന്തിനെയാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ് പ്രേമം. ആത്മാവ് എന്തിലേക്കാണോ കൂടുതൽ ചായ്വ് കൊടുക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ പ്രേമം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ആ അവസ്ഥയിലെത്തുമ്പോൾ എന്ത് ഫിത്ന വന്നാലും ശരി, ലോകം അടിമറിഞ്ഞാലും ശരി, അവന് അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷമായിരിക്കും. വേറൊന്നും ഉണ്ടാവില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തട്ടെ.